ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രേവതിയും ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതി മീരയെ വിളിക്കുകയാണ്. മീര ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതുകൊണ്ട് പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം വെക്കുക, കൊള്ളാമല്ലോ, പരിപാടി കൊള്ളാമല്ലോ. പറയുമ്പോൾ എന്താ സന്തോഷം എന്നൊക്കെ ചെയ്യുക, അതൊക്കെ പറയാം എന്നൊക്കെ പറയണം. എന്താണ് എനിക്ക് എൻ്റെ കൂടെ ദൈവം ഉണ്ടടി എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തോ വലിയ ഉടായ്പ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമല്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുകയാണ്. രക്ഷപ്പെട്ടതിൻ്റെ അല്ല, അതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരികയാണ്. അത് കഴിഞ്ഞാൽ ശ്രുതി ഒന്ന് ചോദിക്കും, എന്നാ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി എന്നാ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രുതി പറയുകയാണ്, ഇന്ന് എന്നാ ശ്രുതിക്ക് ഇന്നലെ നല്ല പായസം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പായസമോ, എന്ത് വിശേഷമെന്ന് ചോദിച്ചാൽ, നീ അപ്പം അച്ഛമ്മയുടെ സ്വത്ത് നമുക്ക് കിട്ടാൻ പോവാ അല്ലേ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ അച്ഛനാകാൻ പോവാം, അതാണല്ലേ. അതൊന്നുമല്ല ശ്രുതി എന്ന് പറയുക, ശ്രുതി അത് കാര്യമുണ്ട് എന്ന് പറയണത്. എന്താ കാര്യം പറയുന്ന പറയുമ്പോഴത്തേക്കും അതൊക്കെ കാര്യം പറയാമെന്നുള്ള രീതി പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അവിടെ ഇരിക്കുക, നമ്മൾ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അടുത്ത ഒരു കാറ് കയറി വരുന്നുണ്ട്. കാറ് കയറി വരുമ്പോൾ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയാണ് കയറി വരുന്നത്. രണ്ടുപേരും കയറി വരുമ്പോഴത്തേക്ക് ഒന്ന് വണ്ടി വേറെ ആരോ കൊണ്ടുവന്ന് വിടുന്നതാണ്. എന്നിട്ട് അകത്ത് കയറി ഉടനെ ശ്രുതിയോ ചോദിക്കും, എടാ നീ പോയില്ല, ഇന്ന് ഷോറൂമിൽ പോയില്ല? ഇല്ല കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയില്ല, ഇനിയിപ്പം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ശരി. അപ്പം പറയാം, ആൻറ്റി എന്നാ നമുക്ക് കല്യാണമൊക്കെ നടന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ പായസം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, പായസം വെച്ചിട്ടുണ്ടോ, കൊള്ളാമല്ലോ, ശരി മോളെ, നല്ല രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇത് പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പോലെ നമ്മുടെ ഈ ശ്രുതി പറയുന്നില്ല, എന്താ കാരണം എന്നൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിൻ രേവതിയും വരുന്നത്. സച്ചിൻ രേവതിയും വന്നിട്ട് ഇങ്ങനെ കയറി വന്നിട്ട്, എന്നാ വിശേഷം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇവിടെ ഭയങ്കര പായസം വെപ്പം കാര്യമാണ്. ഭയങ്കര സന്തോഷമാണല്ലോ. അതെ സന്തോഷമാണ് നല്ല രീതി പറയാം. ശരി, അതിലും വലിയ ഒരു വാർത്തയായിട്ടാ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് ഞാൻ വന്നേക്കുന്നതെന്ന് പറയാം. എന്ത് സംഭവം എന്ന് പറയാം, അതൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. ഉടനെ പാർലടുത്തേക്ക് ചോദിക്കുക, പാർലടുത്ത് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചാൽ കൊള്ളുന്നുണ്ട്. ഈ കല്യാണമൊക്കെ നടന്നില്ലേ, അപ്പം കല്യാണം നടന്നതിൻ്റെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ, അതായത് കുറച്ച് കാശ് കടന്നു തരാൻ പറ്റുമോ, നിങ്ങളുടെ ഇളയപ്പനെ വിളിച്ച് കുറേ കാശ് തരാൻ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ആർക്കും കാശൊന്നും കൊടുക്കത്തില്ല, അങ്ങനെ നിങ്ങൾക്ക് കാശ് തന്നിട്ട് അത് എനിക്ക് മേലെ വീടൊക്കെ പണിയാനാണ് സച്ചി പറയുമ്പോഴത്തേക്ക്, എൻ്റെ കാശിൽ അങ്ങനെ നിങ്ങളുടെ വീട് പണിയണ്ട, അങ്ങനെ എൻ്റെ കാശിൽ നിങ്ങൾ വീട് പണിയണ്ട എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ നീ ദയവ് ചെയ്ത് കാശ് കൊടുക്കരുത്, അവനൊന്നും കാശ് കൊടുക്കരുത്, അവൻ തിരിച്ച് തരുത്തേ ഇല്ല, അങ്ങനെയുള്ള ടീമുകളാണ് എന്നൊക്കെ പറയാം. ഉടനെ അത് കഴിഞ്ഞുകൊണ്ട് പറയുക, ഏതൊക്കെയാലും ചന്ദ്രമതി പറയാം, ഏതൊക്കെയാലും ഇപ്പോൾ ഈ കല്യാണം നടന്നില്ലേ, ഒരു നല്ല ഫാമിലി എന്നൊക്കെ പറയുന്നത്, പക്ഷേ കാശുകാരല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കാശുകാരുള്ള ആൾക്കാരെ മരുമക്കളാക്കുന്നതൊക്കെ ഇഷ്ടം. അതിൽ എൻ്റെ രണ്ട് പിള്ളേരും രണ്ട് മരുമക്കളും നല്ല കാശുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ്, അതിന് കാശിനെക്കാട്ടും വലിയത് സ്വർണം പോലെ ഉള്ള അല്ല തങ്കം പോലെ സ്വഭാവമുള്ള എൻ്റെ മരുമോള് രേവതി തന്നെ നല്ലതെന്ന് പറയും. നിങ്ങൾക്ക് എപ്പോഴും രേവതിയല്ലേ വലുതെന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ എന്താ അവിടെ നീ നിനക്കെന്താ സംഭവം പറയാച്ച എന്ന് പറയുകയാണ്. അപ്പം ശ്രുതി ഒന്ന് ഇളയപ്പനെ വിളിച്ചിട്ട് പലയിടത്തും ഒരു ഇളയപ്പനെ വിളിച്ചിട്ട് എനിക്ക് ഇച്ചിരി കാശ് അറേഞ്ച് ചെയ്യാമോ തരാമോ എന്ന് ചോദിക്കുകയാണ്. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഫോൺ വിളിക്കുകയാണ്. ശ്രുതി ഇളയപ്പ, ഇളയപ്പ ഹലോ, എന്നാ ഉണ്ട് വിശേഷം, എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ മുംബൈയിലാണോ? ഉടനെ സച്ചി മുംബൈയിലോ? ഉടനെ രേവതിയും കൂടെ ചെന്ന് മുംബൈയിലല്ലേ, ശരി തരാം. ഉടനെ പറയാം, ശരി ആയിക്കോട്ടെ, ഞാൻ ചുമ്മാ വിളിച്ചെന്നുള്ളൂ, കുറച്ച് കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ചുമ്മാ അറിയാൻ വേണ്ടി. ആണോ? ശരി ശരി ആയിക്കോട്ടെ എന്നുള്ള. അപ്പം ഇളയപ്പം എന്നിട്ട് കോൾ കെട്ടി കഴിയുമ്പോൾ തന്നെ ഇളയപ്പം പറയുന്ന കാശിൻ്റെ കേസൊക്കെ തീർന്നാലേ കാശ് തരം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്നാ പറഞ്ഞു. അതുകൊണ്ട് കാശ് അപ്പം കേസ് തീരണം അല്ലേ എന്നുള്ള ഇത്, കേസ് തീരാതെ എങ്ങനെ കാശ് തരുന്നത് എന്നുള്ള ഇത് പറയാം. അപ്പം രവീന്ദ്രൻ ചോദിക്കണം, നീ എന്താ സംഭവം പറയാൻ പറഞ്ഞു, കുറേ നേരമായല്ലോ നീ ഇങ്ങനെ ഈ ഹോൾഡ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പറയും. ഉടനെ ഒരാളെ വിളിക്കാം അച്ഛന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇളയച്ചോ എന്നൊക്കെ വിളിച്ചു വേണം. ഉടനെ ഒരാൾ ഇറങ്ങി വരിക, അതായത് നമ്മുടെ ബീരാൻ കാറിൽ നിന്ന് ഇറങ്ങി വരിക. കാറിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതിയും ശ്രുതിയും, അത് ശ്രുതി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷം, അതത് ഭയങ്കര സന്തോഷം. കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്. കയറി വാ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതന്നെ ഇപ്പം അതത്
മുംബൈയിലാണല്ലോ ഇപ്പോൾ ഇരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് ഉടനെ മുംബൈയിലാണെന്നോ അപ്പോൾ കള്ളത്തരം പറഞ്ഞാണോ അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ചന്ദ്രമതി എവിടെയെങ്കിലും ആയിരിക്കും, പക്ഷെ എന്നിട്ട് ചുമ്മാ പറഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സന്തോഷം. അതായത് ശ്രുതിയുടെ ഇളയപ്പം എന്ന് പറഞ്ഞാൽ കാശുകാരല്ലേ, അപ്പോൾ കാശുകാരായിട്ടുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം നിൽക്കുകയാണ്. അപ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞാൽ എല്ലാം കയറ്റി കഴിയുമ്പോഴത്തേക്ക് അച്ഛാ ഈ ആളെ അറിയാമെന്ന് പറയാം. പിന്നെ ശ്രുതിയുടെ ഇളയപ്പനല്ലേ എന്നുള്ളത് പറഞ്ഞു. ആ ഇളയപ്പനാണ്, പക്ഷേ അതിലൊരു തെറ്റുണ്ടെന്ന് പറയാം. ഇളയപ്പന് അതിൻ്റെ തെറ്റ് അത് നമ്മുടെ ഫെബിനില്ലേ, ഫെബിൻ, അതായത് കല്യാണ പെണ്ണിൻ്റെ കെട്ടിയവൻ ഫെബിൻ, ആ ചെറുക്കൻ്റെ അമ്മാവനാണ്. അതായത് അവൻ്റെ അമ്മയുടെ ഒരേ ഒരു ചേട്ടനാണ് ഇത് എന്ന് പറയാം. ചേട്ടനോ നീ എന്തിനാ ഈ പറയുന്നത്, ആവശ്യമില്ലാതെ പറയുന്നത്. ഉടനെ ശ്രുതി പറയാ ഇത് എൻ്റെ ഇത് ആരാന്ന് അറിയത്തില്ലെന്നൊക്കെ ആദ്യം പറയുന്നത്. എന്നിട്ട് ഇത് എൻ്റെ ഇളയപ്പനാണ്, ചുമ്മാ ചെറുക്കൻ്റെ അമ്മായപ്പനൊന്നും അല്ല എന്നൊക്കെ പറയണം. നിൻ്റെ ഇളയപ്പനോ? ഇത് അച്ഛാ ഇത് വേറെ ആരുമല്ല, ഇവരെ ഇയാളെന്ന് പറയുമ്പോഴത്തേക്ക് വെട്ടുന്നതുണ്ടെന്നാണ് ഇയാൾ ജോലി. എന്താ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വേറെ ഒന്നല്ല അച്ഛാ, ഇയാൾക്ക് ഇവിടെ കോഴിക്കടയുണ്ട്, കോഴി വെട്ടലാണ് പരിപാടി, അതാന്ന് പറഞ്ഞാൽ ശ്രുതി രേവതി പറയാം. അച്ഛാ ഞാനും മറ്റേ ആ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഇറച്ചി മേടിക്കാൻ പോയി, അന്നാണെങ്കിൽ ഇയാൾ മുഖമൊക്കെ മൂടിയാണ് നിന്നത് എന്ന് പറയുകയാണ്. ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നാടകത്തിൻ്റെ അതായത് ഒരു സിനിമാ നടനാണ്. നാടകം സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, നാടകത്തിലും ഉള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ പേര് ജയരാജും. പിന്നെ ഈ ഇതിൽ വിളിക്കുന്നത് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ അല്ല, കല്യാണമല്ല, ഫിലിം ഇൻഡസ്ട്രി വിളിക്കുന്നത് ബീരാൻ എന്നുള്ളതൊക്കെയാണ്. അത് ആദ്യം വേഷം കിട്ടിയിരിക്കുന്നത്. ഉടനെ ബീരാനോട് ചോദിക്കുക എന്താ കാര്യം, നിങ്ങൾ കാര്യം തുറന്ന് പറയാൻ പറയുമ്പോഴത്തേക്ക് അത് എന്നോട് എല്ലാവരും ക്ഷമിക്കണം, എൻ്റെ പേര് ബീരാൻ, കാരണം ഞാൻ കല്യാണ ചെറുക്കൻ്റെ അമ്മാവനാണ്. കാരണം ഇവള് ശ്രുതി എനിക്കൊരു വേഷം തരാമെന്ന് സിനിമയിൽ അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞ് ഇന്ന പോലെ ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, എന്നോട് ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ശ്രുതിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തുവാ ഈ ശ്രുതി കാണുന്നത് എന്നൊക്കെ ചോദിക്കണം. ഉടനെ ചന്ദ്രമതിക്കൊക്കെ ദേഷ്യം കൊണ്ട് വയ്യ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതായത് ചന്ദ്രമതി, രവീന്ദ്രനാണ് പിന്നെയും പറ്റിപ്പിക്കപ്പെടുകയാണല്ലോ, അതായത് ഇവള് കാരണം പറ്റിക്കപ്പെടുകയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് രവീന്ദ്രൻ പിന്നെയും നിൽക്കുന്നത്. അതുപോലെ എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തർ അപ്പോൾ സച്ചിയും രേവതിയും ഓർക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് വർഷയും കൂടെ ഈ സീനിൽ വേണ്ടതായിരുന്നെന്ന് ഒക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ കള്ളത്തരെല്ലാം കയ്യോടെ പൊക്കിയ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നാളത്തെ കഴിഞ്ഞായിട്ടുള്ള സീനിൽ കാണാൻ പറ്റുമായിരുന്നു ശ്രുതിക്ക് എന്നാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഒന്ന് പൊളിഞ്ഞു, അതൊരു 30 ലക്ഷം രൂപയുടെ അല്ല 50 ലക്ഷം രൂപയുടെ ആ കള്ളത്തരം പൊളിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നേക്കുന്ന അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വലിയ ഇളയപ്പനാണ്, അവിടെ സ്വത്തുണ്ട് ഇവിടെ സ്വത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളത്തരം പൊളിഞ്ഞു. ഇനിയിപ്പം കാത്തിരുന്ന് തന്നെ കാണാം ശ്രുതിനെ എന്താണ് അവർ ചെയ്യാൻ പോകുന്ന പണിഷ്മെൻറ്റ് എന്താണെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. കാരണം ഇത്ര നാളും ഓരോ കള്ളത്തരം പറഞ്ഞ് ഒഴിവ് പറഞ്ഞെല്ലാം മാറ്റിക്കൊണ്ട് എന്ത് പറഞ്ഞാൽ ഇളയപ്പൻ അവിടെ ഉണ്ട്, ഇളയപ്പനോട് ഉണ്ട്, അപ്പന് സ്വത്തുണ്ട്, അപ്പനവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചന്ദ്രമതിയിലൊക്കെ ദേഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് കൊന്നത്തില്ല ദേഷ്യം. അതായത് ചന്ദ്രമതി പിന്നെ ആസാകുന്നൊരു സന്ദർഭമാണ് കാണുന്നത്. അതായത് ചന്ദ്രമതി നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ മുമ്പേ വെച്ച് എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, എൻ്റെ മക്കൾ കാശുകാരെന്ന് പറഞ്ഞ് അതായത് ഒന്നിനും കൊള്ളാത്തൊരു മരുമോളെയാണ് കിട്ടിയതെന്ന് പിന്നീട് അറിയത്തുള്ളൂ. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. വരും ദിവസങ്ങളിലെ വിശേഷങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.